ഒരു ഷോപ്പിങ്ങിന് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, വേണമെങ്കിൽ ഒരു ഹോബി എന്നൊക്കെ പറയാം, ആണ് ഷോപ്പിംഗ്. അതിനെനിക്ക് പ്രത്യേകിച്ച് കമ്പനി ഒന്നും വേണമെന്നില്ല. സോളോ ഷോപ്പിംഗ് ആയാലും അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാനായിട്ട് വാങ്ങിയാലേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടും. എന്റെ സ്കൂളിംഗ് ഒക്കെ വീട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ട് പോക്കറ്റ് മണി ഒന്നും വീട്ടിൽ നിന്ന് കിട്ടാറില്ലായിരുന്നു. പിന്നെ കോളേജ് ടൈം ആയപ്പോൾ എന്റെ പേരൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മന്തിലേക്ക് ബുക്സ്, പെൻസ്, പിന്നെ വീക്ക്ലി വൺസ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ കൃത്യം എത്രയാകുമോ അതനുസരിച്ചായിരുന്നു പോക്കറ്റ് മണി. അവരുടെ തിയറിയിൽ അമിതമായി ക്യാഷ് കയ്യിൽ വന്നാൽ കുട്ടികൾ വഴിതെറ്റി പോകും എന്നായിരുന്നു. പക്ഷെ ആ ഒരു തിയറിയോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ പ്രത്യേകിച്ച് മണി മാനേജ്മെന്റ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു മടിയും കൂടാതെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ₹1 വരെ ഏതിന് ചിലവാക്കിയെന്നും ഇനി അതല്ല ഏതെങ്കിലും വഴി മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നവരെ തല പൊമിക്കുന്ന ആളുമാണ്. എന്റെ പേരൻസ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും അപ്പൊ തന്നെ നടത്തുക. അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ അത് നടക്കണം എന്നില്ല. നമ്മുടെയൊക്കെ 99% പേരൻസും അവരുടെയൊക്കെ എല്ലാ ഇഷ്ടങ്ങളും